ഗായ്സ് ഒന്നും പറഞ്ഞില്ല, പൊളി സാധനം പറഞ്ഞാൽ പൊളി സാധനം കേട്ടോ. വെള്ളമില്ല, നിങ്ങൾ നോക്കുക കണ്ട മണ്ട നിറം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ കണക്ക് പറയ്ക്കും. സെറ്റ്. നമ്മൾ അതിലെ കൂടെ ഒക്കെ കറങ്ങിയാണ് കേട്ടോ ഇങ്ങനെ വന്ന് ഇറങ്ങിയേക്കുന്നത്. ഇനി മുന്നോട്ട് എന്തരാവും എന്ന് അറിഞ്ഞുകൂടാ. ഇനി ഏതാണ്ട് 10 കിലോമീറ്റർ ഏതാണ്ട് ഈ ഒരു റൂട്ടായിരിക്കണം കേട്ടോ. ഇങ്ങനെ ആയിരിക്കും. എന്നാലും തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ കയറിയിട്ട് നമുക്കൊന്ന് കാപ്പി കുടിക്കണം. ഗൈസ്, അപ്പം നമ്മളൊരു മറയൂരെന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇപ്പുറത്ത് ചെറിയൊരു വീട്ടിൽ ഊണുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി ഇനി മുന്നോട്ട് കേട്ടോ. ഇവിടെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. വീഡിയോ എടുക്കാൻ ഫോണിൽ നമ്മൾ എടുക്കുന്നുണ്ട്, അതിൻ്റെ പരിധിയൊക്കെ ഉണ്ട്, അപ്പം പാടാണ്. അപ്പോൾ കൊള്ളാവുന്ന വിഷ്വൽസൊക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ശരി എന്നാൽ. കഴിച്ചപ്പോൾ നമുക്ക് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മീൻ ചാറും മോരും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ മീനൊക്കെ പറഞ്ഞിട്ടുണ്ട്, മീനൊക്കെ കിട്ടുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. എന്നാലും നല്ല വിശപ്പുണ്ട്, എല്ലാമാരും അടിച്ച് തള്ളുവാണ് കേട്ടോ. അവിടെ മുന്നിരിക്കുന്ന ആളും അന്നേരം 6 മണിക്കാണ്ട് കഴിച്ചു. അപ്പം നമ്മൾ വണ്ടിക്ക് ചെറിയൊരു പണികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ വണ്ടിക്ക് റിയർ ബ്രേക്കിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കൻ്റെ ചെയിൻ പോക്കറ്റ് മാറിയിട്ട് ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത്ര ഓട്ടോ ഓടിയതില്ല, അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഇവിടെ തിരിക്കുകയാണ് കേട്ടോ. അപ്പം വന്ന പണികൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടെ തിരിച്ച് പോവാണ്. അപ്പോൾ ശരി, ഇനി നമുക്ക് കുറച്ചുകൂടെ ദൂരം പോകാൻ കേട്ടോ. നമുക്ക് മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഏകദേശം 197 കിലോമീറ്റർ കൊണ്ട് നമ്മളിനി പാസ് ചെയ്യണ്ട കേട്ടോ. എങ്കിലും നമുക്ക് ഊട്ടിയിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം ശരി ഗായ്സ്, നമ്മൾ വരുന്ന വഴിക്ക് ഒരു പിടിയാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അപ്പോൾ നമ്മുടെ കാട്ടാനുണ്ടല്ലോ, അപ്പം അതിങ്ങനെ നമ്മുടെ ഈ റൂട്ടിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഈ മസനഗുഡി വഴി ഊട്ടി എന്നൊക്കെ കേൾക്കുന്ന പോലെ വളരെ അഡ്വഞ്ചറായിട്ടുള്ള റോഡാണ് കേട്ടോ. ഈ മറവൂര് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഊട്ടിക്ക് പിടിക്കുന്ന ആ ഒരു റോഡ് നല്ല രീതിയിൽ സ്വന്തം റിസ്ക് എടുത്തേ വരാൻ പറ്റില്ല കേട്ടോ. അതുപോലെയാണ് 2 സൈഡ് കാടും കുഞ്ഞു റോഡുമാണ് കേട്ടോ. അതെ, ഇതുപോലത്തെ കൊച്ചു റോഡാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പിടിയാനാണ് കേട്ടോ, കൊമ്പനൊന്നും അല്ലായിരുന്നു. പിടിയാനിങ്ങനെ ജസ്റ്റ് അടുത്ത് ഇപ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ. കുറച്ച് ജനവാസം കാണുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ കരിക്ക് കുടിക്കാൻ പോവാണ്. അപ്പോൾ അത് കുടിച്ചിട്ട് ബാക്കി വീട്ടിൽ ചെയ്യാം. Girls with their nails done now. ഗൈസ്, അപ്പോൾ നമ്മൾ പളനി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഫുള്ള് തമിഴായതുകൊണ്ട് നമുക്കിപ്പം ലൊക്കേഷനൊന്നും അറിയാൻ വയ്യ കേട്ടോ. ലൊക്കേഷനൊന്നും കറക്റ്റ് അറിയാൻ വയ്യ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നേരെ 12 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇനി പളനിയിലോട്ട്. അപ്പോൾ പളനി ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഫ്രഷായിട്ട് അവിടുന്ന് പറ്റുന്ന രീതിയിൽ പിന്നെ ഒരു 60 ആണോ 80 അറിയത്തില്ല കറക്റ്റായിട്ട്. അത്രയും ഒരു പോയിന്റ് പിന്നെ നമുക്ക് ഊട്ടിയിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം അതൊന്ന് കവർ ചെയ്ത് എടുക്കാൻ നോക്കും. പിന്നെ ക്ഷീണമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും കഴിച്ചു. അപ്പം ചായ കുടിക്കട്ടെ. അവരൊക്കെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവർ ചായ കുടിക്കുവാണ്. അപ്പോൾ ശരി, എന്തായാലും നമുക്ക് ഈ പളനി ചെന്നിട്ട് കാണാം. ഓക്കെ ഗായ്സ്, നമ്മുടെ അപ്പോൾ പഴനിയുടെ എൻട്രിയിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം നമുക്ക് മേളിൽ വരെ പോയിട്ട് എന്തായാലും തിരിച്ച് പറയുന്നതൊക്കെ ഊട്ടിയിൽ പോക്ക് നടക്കത്തില്ല ഗായ്സ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മുടെ കൂടെ വന്ന വണ്ടിക്കാരനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് എന്തോ വെച്ചാൽ തീരുമാനിക്കാനാണ്. അപ്പോൾ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഊട്ടി ആ ഒരു ഇത് വിടും,
എന്തായാലും വന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചിലപ്പം വീഡിയോ കാണത്തില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ ഇപ്പം നമ്മുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല സമയമായി കേട്ടോ. അപ്പോൾ നമുക്ക് ഊട്ടിയിൽ ചെന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു പരിപാടി എന്തായാലും നടക്കത്തില്ല. അപ്പോൾ എന്താ പറയുക, ചിലപ്പം ഇത് നമ്മുടെ വ്ലോഗ് കാണത്തില്ല കേട്ടോ. ഈ ഒരു പഴനിയുടെ ഒരു വീഡിയോ നമ്മുടെ വ്ലോഗ് കാണത്തില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറയാം. ഈ വീഡിയോയുടെ കൂടെ തന്നെ പറയാം. അപ്പോൾ നമ്മൾ ചെറുക്കന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മമാർ വരട്ടെ. അപ്പോൾ ശരി എന്നാൽ ഗൈസ്. അപ്പോൾ നമ്മൾ പളനിയിൽ നമ്മൾ നേരെ വന്നത് ഒരു ചെറിയൊരു സെക്യൂരിറ്റി ഗാർഡുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കൊടൈക്കനാൽ പാസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എന്തായിരുന്നു ഒരു തമിഴ്നാട് TN ഇ പാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ ഒരു ഫയലിൽ നമ്മൾ നമ്മുടെ പ്രൂഫ് എല്ലാം, നമ്മുടെ വണ്ടി കാര്യങ്ങളെല്ലാം പ്രൂഫും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവരൊരു QR കോഡ് കാണിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ അവിടെ കാണിച്ചതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എപ്പം കയറുന്നു എപ്പോൾ ഇറങ്ങുന്നു എന്നുള്ള ചെറിയൊരു വെരിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരപ്പെടും. പണ്ട് വന്നവർക്ക് ഇങ്ങനെ അനുഭവം ഇല്ലെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഒരു വണ്ടിക്ക് 100 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾക്കിത് മേടിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ 2 വണ്ടി ഉണ്ടായതുകൊണ്ട് 200 അവർ ഇപ്പം മേടിച്ചേക്കുന്നത്. അപ്പം ഇനി നമ്മൾ കൊടൈക്കനാൽ ചെന്നിട്ട് ഇനി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ പോകണമെങ്കിലും അവിടുന്ന് രണ്ടാമത് ഈ പാസ് എടുക്കണം എന്നാണ് താഴെ അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും വഴിയെ കാണാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇത് എന്താ പറയുന്നത്, കൊടൈക്കനാൽ അടിവാരം അല്ലെങ്കിൽ തേക്ക് ഭാഗം എന്നൊക്കെ അറിയപ്പെടും കേട്ടോ ഈ സ്ഥലം. ഈ ഒരു പമ്പ് നിങ്ങൾ നോക്കിക്കോ, ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പാണ്. അപ്പം ഇവിടെ ഞങ്ങൾ ഫ്രഷ് ആകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, ഇതൊന്ന് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ ചെയ്യാൻ വയ്യ, എന്തായാലും ടയേർഡായി. അപ്പോൾ എന്തായാലും കൊടൈക്കനാൽ ഞങ്ങൾ എത്തിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ഗൈസ് ഒന്നും പറയണ്ട, നമ്മുടെ കൊടൈക്കനാൽ റൂട്ടൊക്കെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഈ രാത്രി കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഇതുണ്ട്. അപ്പോൾ എക്സ്പെൻസീവ് ആയി കേട്ടോ, നല്ല എക്സ്പെൻസീവ് ആയി ഈ റൂം നമ്മളെടുത്തത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഔട്ടിങ് ഒന്ന് കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ ഞാൻ കാണുന്നതാണ് മെയിൻ റോഡ്. അപ്പോൾ ഇവിടുന്ന് അകത്തോട്ട് കയറിയിട്ട് ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ ഈ റൂമാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നല്ല എക്സ്പെൻസീവ് ആയി. ഇപ്പം നമുക്ക് 4 പേർക്കും കൂടെ ഏകദേശം 3 രൂപ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് തണുത്തിട്ട് വയ്യ. ഈ കാണുന്ന ഈ സാധനത്തിൻ്റെ ബലത്തിലാണ് കയറി കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒന്നുമില്ല, രാവിലെ കാണാം ഗൈസ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുക്കന്മാരൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞു, ഒരാൾ തലയെത്തി നോക്കി. അപ്പോൾ എന്തായാലും രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വെയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തെ ഇവിടുന്ന് വരികയാണ് കേട്ടോ. വരികയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 24 hours നമുക്ക് ഈ റൂം യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് നാളെ വർക്ക് ഉണ്ടായതുകൊണ്ടും നാട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടും നമുക്ക് പോയേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ഉള്ളൂ കേട്ടോ കൊടൈക്കനാലോട്ട്. അപ്പോൾ തൊട്ടേക്ക് അടച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഒന്നും പറയില്ല, എന്നാലും നല്ല ടയർഡായിട്ട് എന്തായാലും ഇന്നലെ ഇത് കണ്ടതുകൊണ്ട് ഇവിടെ കയറി കിടന്ന് ഇപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇന്നലെ നടുവൊക്കെ നല്ല വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ നമുക്ക് കൊടൈക്കനാലിൽ ചെന്നിട്ട് അത്യാവശ്യം കാപ്പി കുടിക്കണം കേട്ടോ. നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഞങ്ങളൊന്നും കഴിക്കാനും നിന്നില്ല. അപ്പോൾ എന്തായാലും കൊടൈക്കനാൽ കയറിയിട്ട് എന്തെങ്കിലും കാപ്പിയെല്ലാം കിട്ടുവാണെങ്കിൽ നമുക്കത് കുടിച്ചിട്ട് അവിടെയുള്ള ആംബുലൻസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നുമില്ല, എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ കൊടൈക്കനാലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദോഷം പറഞ്ഞ് ഇല നട കളഞ്ഞു ഗൈസ്. നീ ആ നല്ലോണം കഴിയുമ്പോഴേക്ക് മനസ്സിലായി കുളിപ്പിക്കാനാണ്.
അങ്ങ് അപ്പം പൂരിയും ഞങ്ങൾ ദോശയും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ബാക്കി കാണാൻ കേട്ടോ. അപ്പം എന്തായാലും വരച്ച് നീട്ടുന്നില്ല. ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഓടി കൊടൈക്കനാൽ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കൊടൈക്കനാൽ ലേക്ക് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ ലേക്കിന് അവിടുന്ന് ആ വണ്ടി വരുന്നത് പോലെ അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇത് പിടിക്കാം കേട്ടോ ഗൈസ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ റോട്ടിൽ കറങ്ങാം കേട്ടോ ഗൈസ്. അപ്പം എന്താ നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. എന്തായാലും ഇവിടെ കാണിക്കാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ കുറച്ച് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതിനൊന്നും നമ്മൾ കയറുന്നില്ല. പിന്നെ ഓക്കെ ശരി എന്നാൽ ഗൈസ്. കൊടൈക്കനാൽ ഞങ്ങൾ തിരിച്ചു കേട്ടോ. അപ്പോൾ കൊടൈക്കനാലിൽ ഇറങ്ങി ഒന്നാമത്തെ ട്രെയിനിങ് ആയപ്പോഴത്തേക്കും ഇറക്കം ഇറങ്ങി ഒന്നാമത്തെ ട്രെയിനിങ് ആയപ്പോഴത്തേക്കും ദാണ്ട ഗൈസ് കയറി വരുന്നു. എൻ്റെ മോനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പോവുക കണ്ടില്ലെന്നൊരു വിഷമമില്ലായിരുന്നു. ഞാൻ കണ്ടില്ലേ കയറി വരുന്ന കണ്ടോ ഗൈസ്, സെറ്റ് സാധനം. മേലോട്ടെല്ലാം കയറുവാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഗുണ്ടൂർ ഡാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകുന്നില്ല. കാരണം പറഞ്ഞാൽ നമ്മളവിടെ ഇവിടുന്ന് ഇപ്പോൾ ഈ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ തെങ്കാശിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ തെങ്കാശി ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈവനിങ് 6 മണിക്ക് ഞങ്ങളവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അന്നേരം ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കേട്ടോ. അപ്പം ചെറുക്കൻ ഭയങ്കര ഒരുക്കമൊക്കെയും കാര്യങ്ങളൊക്കെയാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ചെറുക്കൻ്റെ പുറയിൽ ഒരു കിളി ഇരിപ്പുണ്ട്. അപ്പോൾ ആ കിളിയെ നോക്കുവാണ്. പക്ഷേ അതിനാണ് ഈ മുടിയൊക്കെ ചെപ്പുന്നത് കേട്ടോ. കാണിച്ചത് അതാണ് അവൻ്റെ കിളി, കിളി. അപ്പോഴത്തേന് ഞങ്ങളെ ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ബിരിയാണി ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ട് എന്തായാലും നേരെ വീട്ടിൽ പോകണം കേട്ടോ.